സൂക്ഷിക്കണം. മിക്കവാറും ഉടനെ തന്നെ അവരിവിടെ എത്തും. ഹലോ, നിങ്ങൾ ചോദിച്ച ടവൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ വന്നിങ്ങനെ വിളിച്ചു പറയൊന്നും വേണ്ട, പറഞ്ഞ ജോലി ചെയ്താൽ മതി. ഈ ജോലിക്കാരൻ തീരെ ശരിയല്ല കേട്ടോ. ഞാനും അവന്റെ ഒരു ഇരു തന്നെയാണ്. ശരി, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ ചേച്ചി, അത്ഭുതം തന്നെ, അവൻ മൊത്തമായിട്ട് അങ്ങ് അകത്താക്കിയല്ല. എന്റെ പുഴു നൂഡിൽസിനോട് നീ കാണിക്കുന്ന ഇഷ്ടം കണ്ടിട്ട് എന്റെ മനസ്സ് നിറയുന്നു. കമോൺ, ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് ഇവിടെ സംഭവിക്കുന്നതിനെ പറ്റി ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. കുറച്ചുകൂടെ വലിയ പ്ലേറ്റിലൂടെ ഒരുപാട് യുദ്ധമൊന്നും ചെയ്ത് പരിചയമില്ലാത്ത നമ്മളെ പോലുള്ള കുറെ ആളുകളെ ഇവര് വാർ ഫ്രണ്ടിലേക്ക് അയക്കും പരീക്ഷിക്കാൻ. പിന്നെ എന്തൊക്കെ നടക്കും എന്തോ. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അക്കാഡ് സുൽക്കിക്കാർ നമ്മളെ വളഞ്ഞിട്ട് എന്ത് ചെയ്യും എന്തോ ഒരു പിടിയുമില്ല. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ശത്രുവിന്റെ പ്രത്യാക്രമണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവസാനം കരയേണ്ടി വരുമെന്നാ. പിന്നെ കരോയി, നീ മരിക്കുമ്പോഴേ. പക്ഷെ സായി പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചു. എല്ലാത്തിനും നല്ല സാഹസിക രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. ചുമ്മാ കിടന്ന് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നീയാ നേരത്തെ പുലമ്പിക്കൊണ്ടിരുന്നത്. എന്ത്? അതെ, കീപ പറഞ്ഞത് ശരി തന്നെയാ. ഈ പറയുന്ന രീതിയിലുള്ള വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ മാത്രമുള്ള മനസ്ഥിതി അല്ല നിന്റേത്. ഓ, ഇവന്റെ കാര്യം ഇതൊക്കെയാണോ നിന്റെ ടീം വർക്ക്? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതിനുള്ള നന്ദിയെങ്കിലും എന്നോട് കാണിക്ക്. നിനക്ക് നന്ദി വേണമല്ലടാ. അല്ല, നീ എവിടേക്കാ പോകുന്നത്? മിണ്ടി പോകരുത്, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണോടാ. അക്കാലി, സോറി, നിന്നെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയില്ല. ചിരിക്കാനൊന്നും ഇല്ലടാ. സോറി, ഞാൻ അറിയാതെ. സോറി. അതിനി സാരമില്ല. ആ കൂപ്പൺ എന്റെ കയ്യിൽ കിട്ടി. അയ്യാതോടെ അത് മിക്കവാറും ആ പുഴയിൽ പോയി കാണും. അത് നീ മറന്നേക്ക്. അതാ പുറകിലോട്ട് നോക്കേ, പുറകില്. അവനാള് കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു, എന്നാലും നല്ലൊരു പാർട്ണർ ആയിരുന്നു. അങ്ങോട്ട് നോക്കിയേ, ഒരു പലഹാരക്കട. നമുക്കൊന്ന് പോയി ശ്വാസം നേരെ എടുത്താലോ? ഈ ദിവസം മുഴുവൻ നടന്നതല്ലേ, എനിക്ക് ആകെ വയ്യാതായി. നിനക്ക് പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ചില സമയത്ത് നീ ചെറിയ പിള്ളേരെക്കാളും കണക്കാണ് കേട്ടോ. എന്തിനാ ഇത്ര ധൃതി? നമ്മൾ ടൈൽഡ് ബീസ്റ്റിനെയല്ലേ പിടിക്കാൻ പോകുന്നത്. അത് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ആ സാധനം കണ്ടിട്ട് നിന്റെ വർക്ക് പോലെ ഉണ്ടല്ലോ. എന്താ, അങ്ങനെയാണോ? അത് നിന്റെ ഒരു ആർട്ട് സ്റ്റൈൽ തന്നെ ആയിരിക്കുമല്ലോ. ചെറിയൊരു തട്ടിപ്പ്. തീർന്നടാ.